കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള ഒരു മതനേതാവ് നരേന്ദ്രമോദിയെ പോയി കണ്ടു. മറ്റാരുമല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം മോദിയെ കണ്ടു എന്ന് മാത്രമല്ല, അതിനുശേഷം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് ലൈവായി അഭിമുഖം നൽകുകയും ചെയ്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്ത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. മറുഭാഗത്താണെങ്കിൽ നരേന്ദ്രമോദിയെ പോയി കാണുന്നത് ഒരു കുറ്റമല്ല, ഒരു സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അത് ഗുണം ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിന് അനുകൂലമായ വാദങ്ങളും മറുഭാഗത്ത് നിറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഈ വിഷയത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. പ്രമോദ് സാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദിയെ കണ്ടു എന്ന് പറയുന്നതിൽ ഇക്കാലത്ത് എന്തെങ്കിലും അസ്വാഭാവികത കാണേണ്ടതുണ്ട്? അദ്ദേഹം ആദ്യമായിട്ടല്ലല്ലോ നരേന്ദ്രമോദിയെ കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി എന്ന നിലയിലും ഒരുപക്ഷെ BJPയുടെ സമുന്നത നേതാവെന്ന നിലയിലും കാണാതിരിക്കുക എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടേ ഇല്ല ഒരു കാലത്തും. അല്ലെങ്കിൽ അങ്ങനെയൊരു എന്താ പറയുക, ഒരു അകൽച്ച സൂക്ഷിക്കേണ്ട ഒരാളാണ് നരേന്ദ്രമോദി എന്നൊരു നിലപാട് ഒരു കാലത്തും ഇല്ലാതിരുന്ന ആളാണ്. അതുകൊണ്ട് അതിനകത്ത് അസ്വാഭാവികത ആ നിലയ്ക്ക് കാണാനില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ അദ്ദേഹം പോയതിനെ പലരും പല നിലയ്ക്കും അതിനെ കാണുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരു സംരക്ഷിക്കാൻ പല കാര്യങ്ങളും ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കേവലം ഒരു മത നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ നിലയ്ക്കുള്ള ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്, താല്പര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം അങ്ങനെ ഒരു നിലപാട്, എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടുള്ളതാകാം. അപ്പോൾ അങ്ങനെ കാണുന്നതാകാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈയിടെ നടത്തിയ ഒരു കേരള യാത്രയുണ്ട്. ആ യാത്രയുടെ ഭാഗമായി അദ്ദേഹം മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോയതാണ് എന്നൊരു വാദമുണ്ട്. ഇത് രണ്ടാവുമ്പോഴും ഇതിലുള്ളൊരു വിഷയമെന്ന് പറയുന്നത്, ഒന്ന്, അദ്ദേഹം സഞ്ചരിച്ച വഴികളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിവരങ്ങളും അദ്ദേഹം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളും എന്താണെന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ കേരളത്തിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. കേരളത്തിൽ നിന്ന് എന്ത് തരം വിഷയങ്ങളാണ്, എന്ത് തരം പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് പ്രധാനമന്ത്രി ഇടപെട്ട് പരിഹരിക്കേണ്ടത് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയോ എങ്കിൽ അതെന്തൊക്കെയാണ് ആ വിഷയങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ പോയി സംസാരിച്ചത് തന്നെ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. നേരത്തെ പോയി സംസാരിച്ച സമയത്ത് അദ്ദേഹം CAA-യെക്കുറിച്ചും NRC-യെക്കുറിച്ചും ഒക്കെ ആശങ്കകൾ അറിയിക്കുകയും അത് പരിഹരിക്കണം, അത് എല്ലാവർക്കും ഒരുപോലെ യോജിക്കാൻ കഴിയുന്ന രീതിയിൽ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിനകത്ത് തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാണ് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് അദ്ദേഹം നടത്തിയോ, എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യമുണ്ട്. ഇതൊക്കെ നിൽക്കെ തന്നെയാണ് നൗഫൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത്. ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു കേഴ്സി വിസിറ്റ് ആണെന്ന നിലയിൽ പോലും കാണുമ്പോൾ അദ്ദേഹം ഇവിടെ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള വലിയ ചോദ്യം, കേരളത്തിൽ നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അത് ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന AP സമസ്ത എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ ധാരാളം പേരുകൾ, അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസികൾ ഉള്ള ഒരു മുസ്ലിം സംഘടനയാണ്. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ അതിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള വിശ്വാസികൾ അതിൻ്റെ അനുയായികളായുണ്ട്. അപ്പോൾ പിന്നെ അവരോടൊന്നും ഇല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് സന്ദേശമാണിത് നൽകുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ നമ്മൾ ഒരു ഭീകരനായിട്ടോ അല്ലെങ്കിൽ കണ്ടുകൂടാത്ത ഒരാളായിട്ടോ കാണുക എന്നുള്ളതല്ല, പക്ഷേ കൃത്യമായൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അത് നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് നരേന്ദ്രമോദി പുലർത്തുന്ന ആശയങ്ങളോട് അദ്ദേഹത്തെ ചെന്ന് കണ്ട് സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിയോജിപ്പേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റിനറി അവരുടെ ശതാബ്ദി സമ്മേളനത്തിൻ്റെ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം ചേർന്നപ്പോൾ അവിടെ പാസ്സാക്കിയ ഒരു പ്രമേയം എന്ന് പറയുന്നത് മതനിരപേക്ഷ കക്ഷികൾ ഈ മതരാഷ്ട്രവാദികളുമായി ചേർന്നുകൊണ്ട് ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് ഭയങ്കര അപകടമാണ്, അത് രാജ്യത്തിനും ഒക്കെ തന്നെ വലിയ അപകടമാണ് എന്നുള്ള ഒരു പ്രമേയം പാസ്സാക്കിയിടത്തു നിന്നാണ് അദ്ദേഹം നേരെ ഫ്ലൈറ്റ് കയറി ഡൽഹി പോയി പ്രധാനമന്ത്രി, അതായത് ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായ പ്രധാനമന്ത്രിയെ പോയി കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വർഗീയതയെക്കുറിച്ച് ആശങ്കപ്പെടുക, ഏത് തരം വർഗീയത നമുക്കറിയില്ല. ഇതുവരെയും ഒരു കാരണവശാലും വ്യക്തമായ ഒരു ഡെഫിനിഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വർഗീയതയെക്കുറിച്ച് ഇവിടെ വെറുതെ അനാവശ്യമായ ഭീതി ഉണ്ടാക്കുകയും അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നിപ്പോൾ ഫാസിസത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി മുൻകൈയെടുക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു സർക്കാരിൻ്റെ നടപടികൾ, അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയെ തന്നെ ചെന്ന് കണ്ട് പുറത്തിറങ്ങി വന്ന് ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. ആരാണ് ഇദ്ദേഹം മുസ്ലിങ്ങളായി കാണുന്ന അത് ആരെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ പിന്നെ ഡൽഹി കലാപത്തിൻ്റെ സമയത്ത് അവിടെ കപിൽ മിശ്ര എന്ന് പറയുന്ന BJP നേതാവ്, കപിൽ മിശ്ര എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, ഇവിടുത്തെ രാജ്യദ്രോഹികൾ മുഴുവൻ കൊന്നൊടുക്കണം എന്ന് കൊല്ലാൻ ആഹ്വാനം ചെയ്ത BJP നേതാവാണ് കപിൽ മിശ്ര. അദ്ദേഹത്തിൻ്റെ ആ ആഹ്വാനത്തെ തുടർന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, മാരി അല്ലേ എന്താ ഗോലിമാരോ ആഹ്വാനം ചെയ്ത മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അസം മുഖ്യമന്ത്രി പിന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ, നിങ്ങൾ 10 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, സാധാരണ നെൽക്കൂലി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു രൂപ കുറച്ചേ കൊടുക്കാവൂ. മിയാ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ 1 രൂപ കുറച്ച് കൊടുത്ത് അവരെ അവഗണിക്കണം, അവരെ പിന്നെ എന്താ പറയുക, അവരെ നമ്മൾ ചവിട്ടി താഴ്ത്തണം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് ഇന്ത്യ. ഇവരുടെ തന്നെ പാർട്ടിക്കാരാണ്, ഈ പ്രധാനമന്ത്രിയുടെ തന്നെ പാർട്ടിക്കാരാണ് ഇവരെല്ലാവരും നമുക്കറിയാം. അപ്പോൾ ആ മുസ്ലിങ്ങളോടാണോ അദ്ദേഹം പറയുന്നത് ഇവിടെ എല്ലാ മുസ്ലിങ്ങളും സുരക്ഷിതരാണ്, ഇവിടേക്ക് മുസ്ലിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളത്? ബീഹാറിൽ മാവുയി എന്ന് പറയുന്ന ഗ്രാമത്തിൽ സൈക്കിളിൽ ഈ തുണിത്തരങ്ങൾ വിറ്റ് നടക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരുന്നു അത്താർ ഹുസൈൻ, മുഹമ്മദ് അത്താർ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ഡിസംബർ 5 വൈകുന്നേരം ഈ തുണിത്തരങ്ങൾ വിറ്റ് കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുന്ന വഴി സൈക്കിളിലാണെന്ന് ആലോചിക്കുന്നത്. സൈക്കിള് അപ്പോൾ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരമാണ് ഞാൻ പറഞ്ഞത്. പഞ്ചറായി. ഒരിടത്ത് പോയി പഞ്ചർ ഒട്ടിക്കാൻ ഇവിടെ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന മനുഷ്യൻ തീ കായുകയായിരുന്നു. പേരെന്താണെന്ന് ചോദിച്ച് അയാളെ അടിച്ചു കൊന്നു. പേര് മുഹമ്മദ് അത്താർ ഹുസൈൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ അടിച്ചു കൊന്നു. അടിച്ചവിടെ ഈ വിറക് കൊള്ളിയുണ്ട്, കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൊള്ളിയുണ്ട്. പത്രങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായില്ല, പക്ഷേ പത്രങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് വന്നതാണ്. അയാളോടാണോ പറയുന്നത് നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളത്? ആ കുടുംബത്തോടാണോ പറയുന്നത് നിങ്ങൾ സുരക്ഷിതരാണ് എന്നത്? അപ്പോൾ ബനാറസ് സർവകലാശാലയിൽ പിന്നെ സംസ്കൃതം പഠിപ്പിക്കാനെത്തുന്ന അധ്യാപകൻ, മുസ്ലിം അധ്യാപകൻ, അവിടെ അദ്ദേഹമാണെങ്കിൽ ഈ ഒരുപാട് സംസ്കൃത പാരമ്പര്യമുള്ള അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുന്ന, ആ പേരെനിക്ക് ഓർമ്മയുണ്ട്, മുന്ന എന്ന് പറയുന്ന ആൾ സംസ്കൃത പണ്ഡിതനായിരുന്നു. ഭജനുകൾ പാടുന്ന ഒരു വലിയ കുടുംബത്തിൽ, ഭജനുകൾ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഭജൻ പാടുന്ന പിന്നെ ഫാമിലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെയായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ വന്ന ഒരാൾ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കൃതമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വിഷയം. സംസ്കൃതം പഠിപ്പിക്കാനെത്തുമ്പോൾ ഒരു മുസ്ലിം സംസ്കൃതം പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ അവിടുത്തെ ഹിന്ദു പിന്നെ സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി അദ്ദേഹത്തെ സോഷ്യോളജിയിലേക്ക് മാറ്റിച്ചു. ആ മുസ്ലിമിനോടാണോ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ സുരക്ഷിതനാണെന്നുള്ളത്? കർണാടകയിൽ, UP-യിൽ എവിടെയൊക്കെ BJP ഭരണത്തിൽ ഉണ്ടായിരുന്നു, കർണാടകയിൽ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത്, ഇപ്പോൾ UP-യിൽ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദു ആഘോഷം നടക്കുന്ന സമയത്ത് ഒരാഴ്ചയും 2 ആഴ്ചയും 1 മാസവുമൊക്കെ മാംസവിൽപ്പന പാടില്ല എന്ന നിലയിൽ അവരുടെ ജീവിതം മുട്ടിക്കുന്ന, അവരെ പട്ടിണിയിലാക്കുന്ന, ഇത് വിറ്റ് നടക്കുന്ന മുസ്ലിം പിന്നെ കച്ചവടക്കാരെ പട്ടിണിയിലാക്കുന്ന നിലപാടെടുക്കുന്ന ഒരു രാജ്യത്താണോ നിങ്ങൾ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതുപോലെ നമുക്ക് അനേകം
ഉദാഹരണങ്ങൾ പള്ളികളിൽ കർട്ടൻ ഇടണമെന്ന് ആവശ്യപ്പെടുന്നു, മൂടി വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് കേവലം ആരാധനയുടേതല്ലെന്നേ, കേവലം ആരാധനയുടേത് മാത്രമല്ല, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അവർ വംശഹത്യക്കിരയാവുകയാണ്. പോരാഞ്ഞിട്ട് SIR അതുപോലുള്ള മാർഗങ്ങളിലൂടെ, ഇപ്പോൾ കഴിഞ്ഞ പോലെ പറകല പ്രഭാകർ പറഞ്ഞല്ലോ, അത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ വംശഹത്യയാണെന്ന്, അല്ലേ? എത്ര കൃത്യമായ വാക്കാണ്. അപ്പോൾ അതുപോലെ ഇത് മുഴുവൻ നടക്കുന്ന ഒരു രാജ്യത്താണ് ഇദ്ദേഹം ചെന്ന് രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളൊക്കെ വിടും. അപ്പോൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ഇദ്ദേഹത്തെ സെക്യുലർ ആണ് എന്ന് പറയാനും ഇവിടെ വളരെ നാവുള്ള ധാരാളം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് CPM ആണ് പിന്നെ അദ്ദേഹത്തെ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് എതിരെ ഒരു കാരണവശാലും ഒന്നും പറയാതിരിക്കുകയും അദ്ദേഹം വലിയ സെക്യുലർ ബിംബമാണ് എന്ന നിലയിൽ ഇവിടെ പിന്നെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം CPM ആണ് പ്രത്യേകിച്ചും. അവർ മറുപടി പറയേണ്ട ഒരു കാര്യമാണിത്. ഇദ്ദേഹം പറഞ്ഞതാണോ ശരി? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇന്ന് സുരക്ഷിതരാണോ? അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. CPM മറുപടി പറയണം. CPM കഴിഞ്ഞ ദിവസമല്ലേ മുഖ്യമന്ത്രി അവിടെ ചെന്ന് അവരുടെ പിന്നെ വേദിയിൽ പ്രസംഗിച്ചത്? അപ്പോൾ ഇതിൽ ഒരു ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം എന്നത് കേവലമായൊരു പിന്നെ ഒരു ഭരണാധികാരിയെ ചെന്ന് കണ്ടിട്ടുള്ള ഒരു സന്ദർശനം, അതുകൊണ്ട് ഈ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റി അതൊന്നുമല്ല ഇതിലെ വിഷയം. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ താല്പര്യങ്ങളുണ്ടാകാം, അതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബലി കൊടുക്കരുത്. അജിംസ, ഒരു ഭാഗത്ത് ഇതിനെ വലിയ ആഘോഷമാക്കുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രിയെ കാണാൻ കെൽപ്പുള്ള ഗ്രാൻഡ് മുഫ്തി ആണ് അദ്ദേഹത്തിന് ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു ഉദ്യമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്തരം വിമർശനം നേരത്തെ പ്രമോദ് സാർ ഉന്നയിച്ച പോലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള പ്രസ്താവനയിലൂടെ ആ പ്രസ്താവന ആഘോഷിക്കുന്നത് ഇപ്പോൾ സംഘ് ഹാൻഡിലുകളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ഒരിക്കലും മുൻകൂട്ടി കാണാതെയാണോ ഇതൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ മോഡി റെജീമിന് കീഴിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അല്ലേ എന്ന ഡിബേറ്റിന് പ്രസക്തിയേ ഇല്ല. കാരണം നമ്മൾ ഒരു ദിവസം തന്നെ എത്ര വാർത്തകളാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് സുരക്ഷിതരല്ലാന്ന് നമ്മളല്ല പറയുന്നത്, ഗ്ലോബൽ ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. US തന്നെ മതസ്വാതന്ത്ര്യ വകുപ്പ് പുറത്തിറക്കുന്ന എല്ലാ വർഷമുള്ള റിപ്പോർട്ടിൽ ഇന്ത്യ എ കൺട്രി ഓഫ് സീരിയസ് കൺസേൺ എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻസും സിഖുകാരും എല്ലാം ഉൾപ്പെടെ അവർ കൺസേൺ പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ഈ മോദിയുടെ കീഴിൽ മാത്രമല്ല, അതിന് മുമ്പേ ഉള്ള കാര്യമാണ്. അപ്പോൾ മോദിയുടെ കീഴിൽ അത് കുറേ കൂടി രൂക്ഷമായി എന്നുള്ളതാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. അതിന് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരോ എന്നൊരു ഡിബേറ്റിന് പ്രസക്തിയില്ല. പക്ഷേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അങ്ങനെ പോയി കാണുന്നത് എന്തോ തെറ്റ് കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അദ്ദേഹം കാണുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്. അപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് NGO ഓർഗനൈസേഷനൊക്കെ നടത്തുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ, സമുദായ നേതാവ് പ്രധാനമന്ത്രിയെ പോയി കാണുന്നതിന് പലവിധ ലക്ഷ്യങ്ങളുണ്ടാവും. ഒന്ന് മുസ്ലിം സംഘടനകൾക്ക് നേരെ മാത്രമല്ല, മൊത്തത്തിൽ കേന്ദ്ര ഏജൻസികൾ വെച്ച് ഇത്തരം NGOകളെ, ഇത്തരം സ്വയം സഹായ സംഘടനകളെ ഈ സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സുഗമമായ പ്രവർത്തിപ്പിന് ഭരണകൂടത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്. അത് തേടിപ്പോയതാകാം. അങ്ങനൊരു ഒരു ആനുകൂല്യം ആ സന്ദർശനത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് മോദിയെ പോയി കാന്തപുരം കണ്ടു എന്നുള്ളൊരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് കഴിഞ്ഞിറങ്ങി വന്നിട്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പിന്നിൽ നിന്നുള്ള കുത്താണ്. പിന്നിൽ നിന്നുള്ള കുത്തെന്ന് പറയാൻ കാരണം ഈ പ്രസ്താവന എന്ത് ചെയ്യുന്നു? ഈ പ്രസ്താവന ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന സംഘപരിവാറിൻ്റെയും ഭരണകൂടത്തിൻ്റെയും വാദം. അപ്പോൾ ഗ്ലോബൽ ഏജൻസികൾ എന്ത് ചെയ്യുന്നു? ഗ്ലോബൽ ഏജൻസികൾ ഇതിൽ സീരിയസ് കൺസേൺ പറയുമ്പോൾ അങ്ങനെയല്ല. ഇവിടുത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് സർക്കാർ കൊടുത്ത പദവിയൊന്നുമല്ല, അദ്ദേഹം സ്വയം എടുത്ത് കാണിഞ്ഞതാണ്. ഈ ഗ്രാൻഡ് മുഫ്തി എന്ന വാക്ക് വരുന്നത് പലപ്പോഴും മുസ്ലിം ഡോമിനൻറ്റ് കൺട്രീസിലാണ്. അവിടുത്തെ മതപരമായ കാര്യങ്ങളിൽ അവസാന തീർപ്പ് കൽപ്പിക്കുന്നതാണ് അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി. ഇന്ത്യക്ക് അങ്ങനെ ഒരു ഗ്രാൻഡ് മുഫ്തി ഇല്ല. സർക്കാർ അങ്ങനെ ഒരു പദവി ആർക്കും കൊടുക്കുന്നില്ല. മാത്രമല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിം ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും അറിയുപോലുമില്ല. അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അദ്ദേഹത്തിന് ഗണ്യമായ അനുയായി വൃന്ദമുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അങ്ങനെ മുഫ്തിയല്ല, അദ്ദേഹം സ്വയം അണിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സംഘപരിവാറും ഭരണകൂടം എന്തായിരിക്കും ചെയ്യുക? ഈ ഗ്ലോബൽ ഏജൻസികളുടെ ഈ ആരോപണത്തിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ടെസ്റ്റ് മണിയായിട്ട് ഇത് ഉയർത്തിക്കാട്ടും എന്നുള്ളതാണ്. അത് ഉയർത്തിക്കാട്ടുമ്പോൾ എന്താണ് പ്രശ്നം? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായി ഒരു ടെസ്റ്റ് മണിയായി അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ബൈറ്റ് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പിന്നിൽ നിൽക്കുന്നതിന് തുല്യമാണ്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഭരണകൂടത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള വാദമൊക്കെ വേണമെങ്കിൽ ഉയർത്താം.
അങ്ങനെ. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് തന്നെയാണല്ലോ. ഈ രണ്ട് സമസ്തകളുണ്ട്. സമസ്തകൾ പിളരുന്ന 80കളിലാണ്. ഈ സമസ്തയുടെ പിന്നിലേക്ക് ചരിത്രം പരിശോധിച്ചാൽ ഈ ഇസ്ലാം മതത്തിൽ പുരോഹിതന്മാരില്ല, പണ്ഡിതന്മാരേ ഉള്ളൂ. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ സംഘടനയാണ് എന്ത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന്. ഉലമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എന്നാണ്. അവരുടെ സംഘടനയാണ് ഈ സമസ്ത. ഈ സമസ്തയുടെ തുടക്കകാലം മുതൽ തന്നെ, അത് പിളരുന്നതിന് മുമ്പ് തന്നെ അത് ബ്രിട്ടീഷ് അനുകൂലമായിരുന്നു. സമസ്തയുടെ ആളുകളാരും കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് പ്രമേയം പാസ്സാക്കിയ ഒരു സംഘടനയാണത്. കോൺഗ്രസ്സിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരം നടത്തരുത്, സർക്കാരിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ സംഘടനയാണത്. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം തടഞ്ഞ പ്രമേയം നടത്തിയിട്ടുള്ള സംഘടനയാണത്. അതായത് റിഗ്രസീവ് എന്ന് പറയാവുന്ന ഒരുപാട് രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊണ്ട ഒരു സംഘടനയുടെ ഒരു പകുതിയുടെ നേതാവാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. അവരുടെ പൂർവ്വഗാമികൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സംസ്ഥയുടെ പഴയ നേതാവ്, അദ്ദേഹത്തിന് ഖാൻ ബഹദൂർ പട്ടം കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. എന്തിനായിരിക്കും? കോൺഗ്രസിനെ എതിർക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ എതിർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയാണ് ഈ കാണുന്നത് മുഴുവൻ. അതിൽ നിന്ന് പിളർന്നു പോയ മറ്റൊരു സംഘടന നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതം കൂടേണ്ട കാര്യമില്ല. അതായത് ഞാൻ രണ്ട് സമസ്തകളിൽ ഏതെങ്കിലും ഒരെണ്ണം നല്ലത് പറഞ്ഞ് ചീത്ത എന്നുള്ളതല്ല പറയുന്നത്. ആ സംഘടനയുടെ DNA തന്നെ അങ്ങനെയാണ്. ഭരണകൂടത്തോടൊപ്പം നിൽക്കുക, ഭരണകൂടത്തെ പ്രകൃതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലൈൻ. മറ്റൊന്ന്, ഈ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അക്രമിയായ ഭരണാധികാരിയെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ജിഹാദ്. അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ത് പറയുകയാണ്? നിങ്ങൾ ചെയ്യുന്ന നല്ല ഉഷാറായിട്ടുണ്ട്, നമ്മളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷം അല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ ഉഷാറാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റിയുടെ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ലാർജർ കോസിനെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുക്കലിന് തുല്യമാണ് എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായി വിമർശന വിധേയമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചില മുസ്ലിം സംഘടനകൾ RSS നേതൃത്വവുമായി ചർച്ച നടത്തിയല്ലോ, അവർക്കാവാം, എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അപ്പോൾ RSS നേതൃത്വവുമായി ചർച്ച നടത്തിയതിനെക്കുറിച്ച് ചർച്ച നടത്തിയവർ തന്നെ പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാണ് ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്തത്. RSS ഒരു മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം സംഘടനാ പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. ഈ സംഘടനാ പ്രതിനിധികളെല്ലാം RSSനോട് പറഞ്ഞത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ്, ഇപ്പോൾ കൂടുതലാണത്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ ഔട്ട്റീച്ചിൻ്റെ ലക്ഷ്യം അതായിരിക്കണം എന്നാണ് അവരോട് പറഞ്ഞത്. അതല്ലാതെ അവർ പുറത്തിറങ്ങി വന്നിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരാണെന്ന് ബൈറ്റ് കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഞാൻ കാണുന്നത്, പൗരോഹിത്യമില്ല എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പണ്ഡിതന്മാർ പുരോഹിതന്മാരായി മാറുന്നു. പുരോഹിതന്മാർ അവരുടെ പൂർവ്വഗാമികളെപ്പോലെ തന്നെ ഭരണകൂടത്തോടൊപ്പം നിന്ന് ആ കമ്മ്യൂണിറ്റി ഒറ്റുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, സ്ത്രീകൾ ആ ഭാഗത്ത് ഇപ്പം നടത്തിയ ആ യാത്രയുടെ ഒരു ഭാഗത്തും സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.